കേരളത്തിലെ പോലെ ദില്ലിയിലും വിശ്വാഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ പ്രശസ്തമായ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത്. വിഷുക്കണി ദർശിക്കാൻ വേണ്ടി രാവിലെ 4 മണി മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ഭക്തജനങ്ങളാണ് കണ്ണനെ കാണാനും വിഷുക്കണി ദർശിക്കാനുമായിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ ദില്ലിയിലെ ആഘോഷവും വിഷുവാഘോഷവും വളരെ മനോഹരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ദില്ലിയിലെ വിഷുവാഘോഷങ്ങൾ? കാണുന്നില്ലേ എന്താ പറയുന്ന എല്ലാ വർഷത്തോടും ഈ വർഷവും വളരെ ഗംഭീരമായിട്ട് തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിഷു ആഘോഷിക്കുന്നു. ഇത് കഴിഞ്ഞ് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ട്. സദ്യ ഇല്ല, വൈകിട്ട് കലാപരിപാടികളുണ്ട്. 2 പരിപാടികളാണത്. ഒരു ദശാവതാരം എന്നൊരു നൃത്താവിഷ്കാരം, തുടർന്ന് കഥകളി, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയും അഷ്ടധർമ്മ പരിഷത്തും കൂടി. ഡൽഹിയിൽ പ്രത്യേകിച്ചും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇത്ര ജനത്തിരക്ക്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഡൽഹിയിൽ ഇല്ല. ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെ മാത്രമല്ല, ആർക്കിപുരത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്. എല്ലായിടത്തും ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ്. എല്ലാവരും ഇനി ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഇനി വീടുകളിലെത്തി സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കുടുംബസമേതം ഇരുന്ന് ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ഭക്തജനങ്ങൾ നിരവധി പേരാണ് എത്തുന്നത്. കുട്ടികളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ എല്ലാവരും വിഷു ആഘോഷിക്കാൻ എത്തുന്നത്. ഏതായാലും ദില്ലി മലയാളികളും വിഷു അതിമനോഹരമായി തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം അമൃത മുരളി, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മെ തേടി വരുന്ന വാർത്തകൾ നിരവധിയുണ്ട്. തേടിച്ചെന്ന് കണ്ടെത്തേണ്ട ചില വാർത്തകളുണ്ട്. അറിഞ്ഞും പറഞ്ഞും കണ്ടും കേട്ടും ഉരുക്കഴിച്ചെടുക്കേണ്ട വാർത്തകളുമുണ്ട്. വളഞ്ഞും നേരെയുമായി കിടക്കുന്ന ഈ വഴികൾ പോലെ വാർത്തകൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രയും നമ്മെ പലതും പഠിപ്പിക്കും. പുതിയ ജീവിതങ്ങൾ, പുതിയ മുഖങ്ങൾ, അനുഭവങ്ങളുടെ തീച്ചൂടേറ്റ് കണ്ടെത്തുന്ന സത്യങ്ങൾ നിർഭയമായി. പ്രേക്ഷകൻ എന്ന അവകാശിക്കായി